വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ് ഇനി ശരിയായ രീതിയിൽ തന്നെ പഠിക്കാം. നോക്കൂ, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് കൊണ്ടോ ഇംഗ്ലീഷിൽ ലെറ്ററിന് സാധാരണ വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് അതേ രീതിയിൽ വായിച്ചുകൊണ്ടൊക്കെയാണ് നമുക്കിത് വരാവുന്നത്. നോക്കൂ, എത്ര ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാലും കോമൺ വേർഡ്സ് നിങ്ങൾ ശരിയായിട്ടല്ല പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ അത് ചെറിയൊരു ഇഷ്യൂ ആയിരിക്കില്ലേ? പേടിക്കണ്ട, ഇത് ശരിയാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിന്ന് മലയാളികൾ, അതായത് നമ്മൾ മലയാളികൾ തെറ്റായി ഉച്ചരിക്കുന്ന 10 ഇംഗ്ലീഷ് വേർഡ്സ് നോക്കിയാലോ? ലെറ്റ് സ്റ്റാർട്ട്. ഓരോ വേർഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഞാൻ എൻ്റെ മൗത്ത് സ്ട്രെച്ച് ചെയ്യുന്നത്, ലിപ്സ് ഏത് രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നോക്കണം. കാരണം നമ്മൾ ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിലെ ഈ ലിപ്പ്, ടങ്, ഇതിൻ്റെയൊക്കെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വേർഡ് ഈസ് വെജിറ്റബിൾ. നമ്മൾ സാധാരണ അത് മിസ്പ്രൊനൗൺസ് ചെയ്യുന്നത് വെജിറ്റബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വെജിറ്റബിൾ ആക്ച്വലി അത് വെജിറ്റബിൾ അല്ല, ഇറ്റ്സ് വെജിറ്റബിൾ. ശ്രദ്ധിക്കുക, വെജിറ്റബിൾ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് കംഫർട്ടബിൾ. നോക്കൂ, അത് സാധാരണ നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യാറ് കംഫർട്ടബിൾ എന്നോ കംഫർട്ടേബിൾ എന്നൊക്കെയാണ്. ഈ കംഫർട്ടേബിൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മലയാളികൾ പറയാറില്ല, നോർത്ത് ഇന്ത്യൻസൊക്കെ സാധാരണ അതിൽ കംഫർട്ടേബിൾ എന്ന് പറയാറുണ്ട്. നമ്മൾ മലയാളികൾ അത് കംഫർട്ടബിൾ എന്നാക്കും. പക്ഷേ അതിന് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരുന്നത് കംഫർട്ടബിൾ. ശ്രദ്ധിക്കുക, കംഫർട്ടബിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളെല്ലാവരും കൃത്യമായിട്ട് മിസ്പ്രൊനൗൺസ് ചെയ്യുന്നൊരു വേർഡാണിത്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു വേർഡാണ്. ഇറ്റ്സ് വെൻസ്ഡേ. ശ്രദ്ധിക്കുക, നമ്മളിത് മിസ്പ്രൊനൗൺസ് ചെയ്യുന്നത് വെനസ്ഡേ എന്നോ വെഡ്നസ്ഡേ എന്നോ വരെ പറയുന്നവരുണ്ട്. ആക്ച്വലി ദിസ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് വെൻസ്ഡേ. ശ്രദ്ധിക്കുക, വെൻസ്ഡേ. നമ്മളെപ്പോഴും W പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് റൗണ്ട് ആക്കിയിട്ടാണ് തുടങ്ങേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഊ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. വെൻസ്ഡേ, വോട്ട്, വിച്ച്. കണ്ടോ, W വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, ചുണ്ട് റൗണ്ട് ആക്കി വയ്ക്കുക. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ സാധാരണ എങ്ങനെയാണ് വെനസ്ഡേ എന്ന് പറയുമ്പോൾ ചുണ്ടും പല്ലും തട്ടിയിട്ടാണ് നമ്മൾ W പ്രൊനൗൺസ് ചെയ്യുന്നത്. ബട്ട് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരണമെങ്കിൽ ഇങ്ങനെ തുടങ്ങും, വെൻസ്ഡേ. നെക്സ്റ്റ് നമ്മളെപ്പോഴും കോമൺ ആയിട്ട് തെറ്റിക്കുന്ന ഒരു വേർഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ. അത് നീട്ടേണ്ട കാര്യമില്ല, അത് മിസ്പ്രൊനൗൺസിയേഷനാണ്. അത് നമ്മൾ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഹ സൗണ്ട് അവിടെ വരും. ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത് ഒരു സൈലൻറ്റ് വേർഡ് നടുവിൽ വന്നതുകൊണ്ട് നമുക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളിത് മിസ്പ്രൊനൗൺസ് ചെയ്യാറ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാണ്, കടം. ഡെപ്റ്റ് ആക്ച്വലി അതൊരു ഡെപ്റ്റ് അല്ല, ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഡെറ്റ്. ബി അവിടെ സൈലൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും അത് ബി സൈലൻ്റ് ആണെന്ന് ഓർക്കാതെ അല്ലെങ്കിൽ അറിയാതെയോ നമുക്ക് ഡെപ്റ്റ് എന്ന് പറയാറുണ്ട്. വേണ്ട, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഡെറ്റ്. നെക്സ്റ്റ് വേർഡ് എപ്പോഴും മിസ്പ്രൊനൗൺസ് ചെയ്ത് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ഈവൻ നമ്മളത് ഈ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷനിലൂടെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത്രയ്ക്ക് ഇതൊരു നോർമൽ സാധനമായി മാറിയിട്ടുണ്ട്. ദ വേർഡ് ഈസ് റെസീപ്റ്റ്. നമ്മൾ റെസീപ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. ആക്ച്വലി അത് റെസീപ്റ്റ് അല്ല, ഇറ്റ്സ് റെസീപ്റ്റ്. ഇനി അത് അത്ര കോമൺ വേർഡ് അല്ലെങ്കിലും നമ്മുടെ ചില ഫിലിമിലൊക്കെ കാണുമ്പോൾ സബ്ടൈറ്റിൽസ് വായിക്കുമ്പോഴൊക്കെ നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യുന്നൊരു വേർഡാണ് ആയിൽ. ഇറ്റ്സ് നോട്ട് ഐസിൽ ഓർ ഐസിൽ എന്നുള്ള രീതിയിലല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ്? ആയിൽ. ഓക്കെ, നെക്സ്റ്റ് വസ്ത്രം എന്ന അർത്ഥം വരുന്നൊരു വേർഡാണ്. നമ്മൾ ക്ലോത്ത്സ് അല്ലെങ്കിൽ ക്ലോത്തസ് എന്ന് പറയാറുണ്ട്. ഒരു എസ് വന്നതുകൊണ്ട് ക്ലോത്ത് പ്ലസ് ഒരു ES പ്ലൂറൽ വരുന്ന സമയത്ത് നമ്മൾ ക്ലോത്തസ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ക്ലോത്ത്സ് എന്ന് പറയാറുണ്ട്. ബട്ട് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ക്ലോസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാണ്ട് അവിടെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ക്ലോസ്.
നെക്സ്റ്റ് ഇസ് iron. I earn. അതൊരിക്കലും ഐറൺ എന്ന് പറയരുത്. ഓക്കെ, ഐറൺ ബോക്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ്സ് I earn. iron. 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 ഒപ്പം ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. വീണ്ടും വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. നെക്സ്റ്റ് ഇസ് ലൈബ്രറി. 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 നമ്മളത് ലൈബ്രറി എന്ന് പറയാറുണ്ട്. ലൈബ്രറി അല്ല, ലൈബ്രറി. 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 ഓക്കെ, നോക്കൂ, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എത്രയോ വേർഡ്സ് നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത്തരത്തിൽ മിസ്പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോൻ്റെ ഒപ്പം 1, 2, 3 വട്ടം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റും. ഇനി ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ തെറ്റിക്കില്ലോ അല്ലേ? ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് രസമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എൻട്രിയിൽ ജോയിൻ ചെയ്യൂ. താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യും.